കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ മറുഭാഗം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ തുടരുകയാണ്. നിലവിൽ ഘട്ടം ഘട്ടമായാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാൽ മാത്രമേ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. പ്രതിസന്ധി പരിഹരിച്ചതിന് ശേഷം അന്വേഷണത്തിലേക്ക് കടക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. 2-3 ട്രാക്കുകൾ അടച്ചിട്ടതിനാൽ ഇന്നും ട്രെയിനുകൾ വൈകിയോടും. ശരത് എസ് വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്ത്, അപ്പോൾ എത്രയും വേഗം അത് പൊളിച്ചു നീക്കുക, കാരണം അവിടെ അങ്ങനെ തുടരുന്ന ഓരോ നിമിഷവും അപകട സാധ്യത അവശേഷിക്കുന്നുണ്ട്. 4 മാസം മുമ്പ് വിള്ളൽ വീണതാണ്. 3 മാസം മുമ്പ് തന്നെ പൊളിച്ചു നീക്കാൻ തീരുമാനമായതാണ്. പക്ഷേ ഇന്നലെ പൊളിച്ചു നീക്കാൻ ആളുകൾ എത്തിയപ്പോൾ ആണ് എന്ന് പറയുന്നു. എങ്കിൽ പോലും അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത്. അന്നത്തെ ദിവസവും അതുവഴി ട്രെയിൻ കടന്നു പോയിരുന്നു. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച? എങ്ങനെയായിരിക്കും അന്വേഷണം ശരത്ത്? ശ്രീ, അതായത് നിലവിൽ ഇത് പൊളിച്ചു നീക്കിയ ശേഷം അന്വേഷണത്തിലേക്ക് കടക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന്റെ പകുതിയോളം ഭാഗം പൊളിച്ചു നീക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കൂടി റെയിൽവേ കടക്കുകയാണ്. അതായത് ഗുരുതരമായ വീഴ്ച ഉണ്ടെന്നാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് 3 മാസം മുമ്പ് തന്നെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും പൊളിച്ചു നീക്കണമെന്നും നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മാത്രമല്ല 4 മാസം മുമ്പാണ് കെട്ടിടത്തിൽ ഇത്ര ഒരു വിള്ളൽ കാണുകയും ചെയ്യുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നവീകരണ പ്രവർത്തനവുമായി റെയിൽവേയുടെ തൊട്ടിപ്പുറം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റെയിൽവേ വിശദീകരിക്കുന്നത് ഈ സംഭവം നടന്ന ദിവസം തന്നെ പൊളിച്ചു നീക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ചോദ്യമായി നിൽക്കുന്നത് ഈ റെയിൽവേ ആ ഭാഗത്തേക്ക് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ട്രെയിന് വന്ന് നിർത്തിയത് ഈ ട്രാക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുതര വീഴ്ച റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നടക്കമുള്ള ആരോപണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസും കെ ജയന്തടക്കമുള്ള ജില്ലയിലെ MLA-മാർ സ്ഥലം സന്ദർശിക്കുകയും റെയിൽവേക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഗുരുതര പിഴവാണുണ്ടായത്. ഈ ഭാഗത്തേക്ക് ആളുകൾ കടന്നു പോവാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ വെച്ചില്ല എന്നടക്കമുള്ള വലിയ പരാതികൾ ഇത്തരത്തിൽ MLA-മാരടക്കം ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നത്. റെയിൽവേയുടെ തന്നെ ഡിഫൻസ് സേഫ്റ്റി ഓഫീസറായ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഇന്ന് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിന്റെ പരിശോധനയിലേക്കും കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നിലവിൽ കെട്ടിടത്തിന്റെ മറിഞ്ഞുവീണ കെട്ടിടത്തിന് ശേഷിക്കുന്ന ഭാഗം ഈ 2 ദിവസത്തിനകം പൊളിച്ചു നീക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 1-4 ട്രാക്കിലൂടെ മാത്രമാണ് ട്രെയിൻ ഗതാഗതം സാധ്യമായിട്ടുള്ളത്. ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാൽ മാത്രമേ 2-3 ട്രാക്കുകൾ കൂടി ഗതാഗത യോഗ്യമാകൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി കെട്ടിടം പൊളിച്ചു നീക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി ശരത്.